മാമാനിക്കുന്ന് ശ്രീ മഹാദേവി ക്ഷേത്രം അത്യുത്തര കേരളത്തിലെ അതിപ്രാചീനവും പൗരാണികവുമായ കൗളമാർഗ പൂജാ സമ്പ്രദായങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്ന ചുരുക്കം ചില ശാക്തേയ ദേവീക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ക്ഷേത്രമാണ് മാമാനിക്കുന്ന് ശ്രീ മഹാദേവി ക്ഷേത്രം. ശ്രീ മഹാദേവൻ തൻ്റെ വാമഭാഗ ശ്രീ പാർവതീ ദേവിക്ക് ഉപദേശിച്ചു കൊടുത്ത അതീവ രഹസ്യമായ സമ്പ്രദായമാണ് കൗളമാർഗം. കൗളമാർഗാരാധന ശാക്ത്യാരാധനയും കൂടിയാണ്. ഭാരതത്തിലെ പ്രധാന ജ്യോതിർലിംഗമായ അമർനാഥ് സ്ഥിതി ചെയ്യുന്ന കാശ്മീർ എന്ന കാശ്മീര ദേശം അതിഗുപ്തമായ യന്ത്രതന്ത്ര ആരാധനയ്ക്ക് പുകൾപെട്ടതാണ്. കാശ്മീരി ശൈവാരാധനയുമായി ബന്ധപ്പെട്ട ക്ഷേത്രമാണ് മാമാനിക്കുന്ന്. കാശ്മീരി അദ്വൈത സമ്പ്രദായത്തിൽ ത്രിക ക്രമ കൗള സമ്പ്രദായത്തിലാണ് കേരളത്തിലെ 13 ശാക്തേയ ക്ഷേത്രങ്ങൾ നിലകൊള്ളുന്നത്. അനാഘ്യചക്രത്തിൽ 13 കാളി സ്വരൂപങ്ങളാണ് പൂജിക്കപ്പെടുന്നത്. ശ്രീ ചക്രാങ്കിത രത്നപീഠ നിലയായ ശ്രീ മഹാദേവി മാമാനിക്കുന്ന് തിരഞ്ഞെടുക്കുവാൻ കാരണം ശ്രീചക്രത്തിലെ ബിന്ദുവായ മേരു മാമാനിക്കുന്നാണ് എന്നതുകൊണ്ടായിരിക്കാം. ബിന്ദു മണ്ഡലവാസിനി എന്ന ദേവീ സഹസ്രനാമം ഇത് സാക്ഷ്യപ്പെടുത്തുന്നു. ഉപാസനകളിൽ ഉപാസനയായ ശ്രീ വിദ്യോപാസന സാധാരണ ഭക്തന്മാർക്ക് കഴിയുന്ന കാര്യമല്ല. മഹാർത്ത കാലസംഘർഷിണി ചണ്ഡകപാലിനി അഥവാ പര അപര പരാപര എന്നും ശൈവന്മാർ രൂപ അരൂപ രൂപാരൂപ എന്നും വിളിക്കുന്ന ഗുപ്തമാർഗത്തിലാണ് ഇവിടെ ദേവിയെ ആരാധിച്ചു വരുന്നത്. വടുഭൈരവൻ, വടുഭൈരവി, ക്ഷേത്രപാലകൻ, വനശാസ്താവ് എന്നീ ദേവതകൾ അമ്മയുടെ പരിവാരങ്ങളായി കുടികൊള്ളുന്നു. ഗർഭഗൃഹത്തിൽ മഹാദേവിക്കൊപ്പം അഷ്ടമാതൃക്കളും 64 യോഗിനിമാരും ഗണപതിയും വീരഭദ്രനുമാണ് കുടികൊള്ളുന്നത്. ദേവിയുടെ തൊട്ടു മുന്നിലായി ദേവദേവനായ പരമശിവന് പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുണ്ട്. മഹാതാണ്ഡവ സാക്ഷിണികളായ ശ്രീ മഹാദേവിക്കൊപ്പം താണ്ഡവ നർത്തകൻ കുടികൊള്ളുന്ന അപൂർവ ക്ഷേത്രങ്ങളിലൊന്നാണ് മാമാനിക്കുന്ന് ശ്രീ മഹാദേവി ക്ഷേത്രം. ഗുരുതിത്തറയിൽ കുടികൊള്ളുന്നത് അഷ്ടകാളികളും വടുഭൈരവനും വടുഭൈരവിയുമാണ്. ഇവിടെയാണ് മറിസ്തംഭം നീക്കൽ എന്ന പ്രധാന ചടങ്ങ് നടക്കുന്നത്. ജീവിത വിഘ്നങ്ങളെ നാളികേരത്തിൽ സങ്കല്പിച്ച് അതിൽ ദേവീ പ്രതീകമായ നെയ്ത്തിരി സമർപ്പിച്ച് ക്ലേശങ്ങൾ മറികടക്കുന്നതായി മോന്നുരു കടന്നുവച്ച് വിഘ്നനിവാരണാർത്ഥം നാളികേരം കൊത്തിയുടയ്ക്കുന്ന ചടങ്ങാണ് മാറിസ്തംഭം നീക്കൽ. കേരളത്തിൽ സ്വന്തമായി ഈ കർമ്മം ചെയ്യാൻ മാമാനിക്കുന്നിലല്ലാതെ
മറ്റൊരു ക്ഷേത്രത്തിലും സാധ്യമല്ല. ശ്രീ മഹാദേവിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വഴിപാടാണ് ശക്തിപൂജ. കൗളമാർഗാധിഷ്ഠിതമായ ശക്തിപൂജ ഗുപ്തവും ശക്തിമത്തായതുമാണ്. പൂർവികർ ചെയ്തിരുന്ന ശക്തികർമ്മങ്ങൾ മുടങ്ങിയവർ പോലും പാപപരിഹാരാർത്ഥമായി ഇവിടെ ശക്തിപൂജ നടത്താറുണ്ട്. ശത്രുസംഹാര ഹോമം, ദേവീബിംബത്തിൽ അഭിഷേകം മുതലുള്ള പൂജകളാൽ അമ്മയുടെ ചൈതന്യവും ഏറ്റവും ശക്തിമത്താവുന്ന പൂജാപരിസമാപ്തി വേളയിലാണ് ഗുപ്തമായ ശത്രുസംഹാര ഹോമം നടക്കുന്നത്. ഇതിലെ പൂജാവിധികൾ സാധാരണക്കാർക്ക് അപ്രാപ്യമാണ്. ശത്രുദോഷമകറ്റി ഭക്തനെ രക്ഷിക്കാൻ ശത്രുസംഹാര ഹോമം സഹായിക്കുന്നു. ജന്മഗ്രഹങ്ങൾ ശത്രുസ്ഥാനത്തുണ്ടെങ്കിൽ പോലും ആ ശത്രുത അകറ്റുവാൻ ത്രിസന്ധിക്കു ശേഷം ശക്തിഭാവത്തിലുള്ള അമ്മയ്ക്ക് സാധിക്കുന്നു. മീനമാസത്തിലെ കാർത്തിക മുതൽ പൂരം വരെയുള്ള 9 ദിവസങ്ങളിൽ നടത്തപ്പെടുന്ന പൂരമഹോത്സവം, കർക്കിടമാസത്തിലെ ലക്ഷാർച്ചനയും അതിരുദ്രവും മുതലായ കർമ്മങ്ങളും മാമാനിക്കുന്ന് ശ്രീ മഹാദേവി ക്ഷേത്രത്തിലെ ശ്രീ ചക്രങ്കിതയായ മഹാദേവിയുടെ ചൈതന്യം വർദ്ധിപ്പിക്കുന്നവയാണ്. ഒപ്പം അന്നപൂർണേശ്വരിയായ മഹാമായയുടെ പ്രസാദമായി ദിനവും 2 നേരവും അന്നദാനവും ഇവിടെ നടന്നു വരുന്നു. അനാദിയായ ശക്തി ചൈതന്യങ്ങളെ മുഴുവൻ ആവാഹിക്കുന്ന ശ്രീ മഹാദേവി ഭക്തജനങ്ങൾക്ക് അനുഗ്രഹമരുളി മാമാനിക്കുന്നിൽ കുടികൊള്ളുന്നു. അതുകൊണ്ട് തന്നെ മനുഷ്യസഹജമായ എല്ലാ പ്രശ്നങ്ങൾക്കും അവസാന പരിഹാരം കൂടിയാണ് മാമാനിക്കുന്ന്. ദീനജന സംരക്ഷണിയും ദുഷ്ടജന ശിക്ഷകയും അന്നപൂർണേശ്വരിയുമാണ് മാമാനിക്കുന്നിലമ്മ. നമസ്കാരം, ഞാൻ ഉണ്ണികൃഷ്ണൻ, ഇവിടുത്തെ ക്ഷേത്രം ജീവനക്കാരനാണ്. ഇത് മാമാനിക്കുന്ന് മഹാദേവി ക്ഷേത്രം എന്ന് പറയുന്നത് കേരളത്തിലെ പ്രധാനപ്പെട്ട ശാക്തേയക്കാവുകളിൽ വരുന്ന പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ്. കാശ്മീരി ശൈവ സമ്പ്രദായത്തിൽപ്പെട്ട ശാക്തേയ കർമ്മത്തിൽ അധിഷ്ഠിതമായ പൂജാവിധികളാണ് ഇവിടെ നടക്കുന്നത്. പ്രധാനമായിട്ടുള്ള ഭദ്രകാളിയാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. ഉപദേവന്മാരായിട്ട് ശിവനും ക്ഷേത്രപാലകനും പിന്നെ സപ്തമാതുക്കളുടെ സമേതയായിട്ടാണ് ഭഗവതിയുടെ കുടികൊള്ളുന്നത്. ഗണപതി, വീരഭദ്രൻ, ശാസ്താവ് ഒക്കെയുണ്ട്. ഇവിടുത്തെ പൂജാവിധികൾ പ്രധാനപ്പെട്ട വഴിപാടുകൾ എന്ന് പറയുന്നത് ശക്തിപൂജ, ശത്രുസംഹാര ഹോമം അതൊക്കെയാണ്. അതായത് ഭഗവതിയുടെ പ്രീതിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന ശാക്തേയ കർമ്മങ്ങളാണ്. ശത്രുദോഷ പരിഹാരം, കുടുംബ ഐക്യം, ബാധാദോഷങ്ങൾ അകറ്റുന്നതിന് അതിനൊക്കെ വേണ്ടിയിട്ട് ചെയ്യുന്ന പൂജകളാണ് ഇതൊക്കെ. പിന്നെ ഗുരുതി ഉണ്ട്. ഇവിടെ ഗുരുതി തർപ്പണം എന്ന് പറയുന്നത് ഭഗവതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ്. ചൊവ്വ, വെള്ളി, ഞായർ ദിവസങ്ങളിൽ മാത്രം ചെയ്യുന്ന വഴിപാടാണ്. ഒരു ദിവസം ഒരു വ്യക്തിൻ്റെത് മാത്രമേ ചെയ്യുള്ളൂ ഗുരുതി. പിന്നെ മധ്യമത്തിലുള്ള കർമ്മമാണെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ മദ്യവും മാംസമൊക്കെ പ്രധാന നിവേദ്യമായിട്ടുള്ള ക്ഷേത്രമാണിത്. അഭീഷ്ടസിദ്ധിക്ക് വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ, പ്രധാനമായിട്ട് കർണാടകത്തു നിന്നും ഒക്കെ ഒരുപാട് ഭക്തജനങ്ങൾ വരുന്നുണ്ട്. അമാവാസി ദിനത്തിലൊക്കെ ഒരുപാട് ഭക്തജനങ്ങൾ കർണാടകത്തിൽ, പ്രത്യേകിച്ച് കുടക് മേഖലയിൽ നിന്ന് ഒരുപാട് ഭക്തജനങ്ങൾ എത്തിച്ചേരുന്ന ഒരു ക്ഷേത്രമാണ്. കൂടാതെ നാട്ടുകാരായിട്ടുള്ള ആൾക്കാരും ഒരുപാടുണ്ട്. ഇവിടെ എത്തിച്ചേരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും 2 നേരം അന്നദാനം നൽകി വരുന്ന ക്ഷേത്രമാണിത്. എത്രയോ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള, ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ്. ഭഗവതിൻ്റെ പീഠപ്രതിഷ്ഠയാണ് ഇവിടെയുള്ളത്. വിഗ്രഹമായിട്ടില്ല. പീഠവും വാളുമാണ് പ്രധാന പ്രതിഷ്ഠ.
അന്നദാനം 2 നേരം എല്ലാ ഭക്തജനങ്ങൾക്കും വരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും കൊടുക്കുന്നുണ്ട്. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, എത്രയോ കാലമായിട്ട് ഇവിടെ നമ്മുടെയൊക്കെ ഓർമ്മയിലേ ഇവിടെ 2 നേരം ഭക്ഷണമുണ്ട്. ഇത് പണ്ട് മഹാമുനികളാൽ പ്രതിഷ്ഠിക്കപ്പെട്ട ഒരു ക്ഷേത്രമാണിത് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. പണ്ട് മുനിമാർ തപസ് ചെയ്യുന്ന ഒരു കുന്നായിരുന്നു ഇത് എന്നാണ് പറയുന്നത്. അതായത് മാമുനി തപസ് ചെയ്ത കുന്ന് എന്നായിരുന്നു പേര്, മാമുനിക്കുന്ന്. അതാണ് പിന്നീട് ലോപിച്ച് മാമാനിക്കുന്നായി മാറിയത്. മാമുനിക്കുന്ന് എന്നുള്ളതാണ് മാമാനിക്കുന്ന് എന്നറിയപ്പെടുന്നത്. മഹർഷിമാർ തപസ് ചെയ്ത സ്ഥലത്ത് അവരെ വന്ദിച്ചുകൊണ്ട് ഉണ്ടായ ദേവി പ്രത്യക്ഷപ്പെടുക, ദേവീനെ ഇവിടെ പ്രതിഷ്ഠിച്ച് മഹർഷിമാർ തുടങ്ങി വെച്ച പൂജയാണ് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അത് കാലക്രമത്തിൽ അത് ശക്തേ ഭാവമാണ് വേണ്ടത് എന്നും മനസ്സിലാക്കുകയും ശക്തേ കർമ്മത്തിലേക്ക് മാറുകയും കാശ്മീരി സമ്പ്രദായ പ്രകാരമുള്ള ശക്തേ ബ്രാഹ്മണരാൽ പൂജിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഇത് കണ്ണൂർ ജില്ലയിലെ ഇരിക്കൂർ എന്ന സ്ഥലത്തെ ആണ് മാമാനിക്കുന്ന് മഹാദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇവിടത്തേക്ക് എത്തിച്ചേരാനുള്ള ഏറ്റവും അടുത്ത റെയിൽവേ സ്റ്റേഷൻ ഒന്ന് കണ്ണൂരാണ്. പിന്നെ തലശ്ശേരി റെയിൽവേ സ്റ്റേഷൻ, കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ. കണ്ണൂരിലാണ് ട്രെയിൻ ഇറങ്ങുന്നതെങ്കിൽ കണ്ണൂരിൽ നിന്ന് ഇരിക്കൂർ ബസ്സിന് വന്ന് മാമാനത്ത് എത്തിച്ചേരാം. പിന്നെ ഇരിട്ടി ഭാഗത്തും കൊടകുന്നൊക്കെ വരുന്ന ഭക്തജനങ്ങൾ കൂട്ടുപുഴ വഴി ഇരിട്ടിയിലെത്തി. ഇരിട്ടി തളിപ്പറമ്പ് റൂട്ടിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്, ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. തളിപ്പറമ്പ് ഇരിട്ടിയിൽ നിന്ന് ഒരു 13 കിലോമീറ്ററോളം ഇങ്ങോട്ടുണ്ട്. കണ്ണൂരിൽ നിന്ന് ഏകദേശം ഒരു 30 കിലോമീറ്ററോളം ഇങ്ങോട്ടുണ്ട്. ഇവിടെ എത്തിച്ചേരാം. ഇങ്ങോട്ടുനിന്ന് പയ്യന്നൂർ ഭാഗത്തു നിന്നൊക്കെ ആണെങ്കിൽ തളിപ്പറമ്പ് വന്ന് തളിപ്പറമ്പിൽ നിന്നാണ് ഇങ്ങോട്ട് എത്തിച്ചേരേണ്ടത്. തളിപ്പറമ്പ് ഇരിട്ടി സംസ്ഥാന പാതയിലാണ് ഇരിക്കൂർ എന്ന സ്ഥലത്ത് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. റോഡരികിലായിട്ട് സ്ഥിതി ചെയ്യുന്നു. എൻ്റെ പേര് ശൈലജ. നമ്മൾ പഴയങ്ങാടി ഏഴം എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഇവിടെ മാമാനിക്കുന്നിൽ നല്ല ശക്തിയുള്ള ആരാധനാലയമാണ്. പക്ഷേ ഇവിടെ പ്രധാനപ്പെട്ടത് തേങ്ങ അടിക്കുന്ന ഇതാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മറികൊത്തലാന്ന് ഇവിടുത്തെ ഭയങ്കര പ്രധാനം. എല്ലാവരും അതിനാണ് ഭയങ്കര തിരക്കുണ്ടാകുന്നത്. പഴയങ്ങാടിക്കടുത്ത് ഏഴോത്തുനിന്ന് വരുന്നതാണ്. അപ്പോൾ ഞങ്ങൾ കൊട്ടിയൂർ പോയിട്ട് വരുന്ന വഴിയാണ് ഇതിലേക്കൂടെ വരുന്നത്. അപ്പോൾ ഇവിടെ ഈ അമ്പലം എന്ന് പറഞ്ഞാൽ നല്ല കേളികെട്ടൊരു അമ്പലമാണ്. ഇവിടുത്തെ പ്രധാന വഴിപാട് മറിസ്തംഭനം നീക്കൽ എന്നതാണ്. ഇവിടെ വന്ന് നമ്മൾ പ്രാർത്ഥിച്ച് തേങ്ങ ഉടച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ വിശ്വാസപ്രകാരം ഉണ്ടെങ്കിൽ അതിന് നമ്മൾക്ക് ആ തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും എന്നാണ് പറയുന്നത്. ഞങ്ങളധികവും ചൊവ്വാഴ്ച വെള്ളിയാഴ്ച ദിവസങ്ങളിലാണ് വരാറുള്ളത്. ഇവിടെ ദിവസങ്ങൾ നല്ല പ്രത്യേകതയുള്ള ദിവസങ്ങളാണ്. നല്ല ഭക്ഷണവും കഴിച്ച് നല്ല വിശാലമായി പ്രാർത്ഥിച്ച് മനസ്സമാധാനത്തോടെയാണ് ഞങ്ങൾ ഇവിടുന്ന് പോകാറുള്ളത്. എൻ്റെ പേര് ബാലകൃഷ്ണനാണ്. ഞങ്ങൾ കാസർഗോഡ് നിന്ന് വരുന്നതാണ്. കാസർഗോഡ് ചെർക്കളപ്പാടി സ്ഥലത്ത്. അപ്പോൾ കൊട്ടിയൂർ അമ്പലത്തിൽ പോയി വരുന്ന വഴിക്ക് ഞങ്ങൾക്ക് മാമനിക്കുന്ന് മഹാദേവ ക്ഷേത്രത്തെപ്പറ്റി കേട്ടറിഞ്ഞിട്ട് വന്നതാണ്. അമ്മയെ വലിയ വിശ്വാസമാണ്. അങ്ങനെ ഒന്ന് തൊഴുതു പോകാമെന്ന് വെച്ചിട്ട് ഇറങ്ങിയതാണ്. ക്ഷേത്രം പിന്നെ നല്ല വിശ്വാസമുള്ള ക്ഷേത്രമാണ്. ഇവിടെ നമ്മളെ വഴിപാടെല്ലാം കഴിച്ചു. നമ്മൾ ഇവിടെ കൊട്ടിയൂർ അമ്പലത്തിൽ പോയിട്ട് ഇങ്ങനെ എല്ലാ കൊല്ലവും ഇവിടെ വന്നിട്ട് പോകുന്നതാണ്. ഇവിടുത്തെ ദേവീനെ പറ്റി നമുക്ക് നല്ല വിശ്വാസമുള്ള ദേവിയാണ്. പറഞ്ഞാൽ നമുക്ക് എന്താ അനുഭവം കിട്ടുന്നതാണ്. നല്ല ചെയ്യലുണ്ട് നമ്മൾ.
ഭൗതികമായ ആഗ്രഹങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും മോചനം നേടി ഈശ്വര സാമീപ്യത്തിലൂടെ ആന്തരികമായ ഉണർവും ശുദ്ധിയും നേടുകയാണ് ക്ഷേത്ര ദർശനത്തിൻ്റെ ലക്ഷ്യം. ക്ഷേത്രങ്ങളെ ശാസ്ത്രീയ രീതിയിൽ പരിശോധിച്ചാൽ അവ കേവലം ആരാധനയ്ക്കായുള്ള കെട്ടിടങ്ങൾ മാത്രമല്ല, മറിച്ച് പ്രപഞ്ച ശരീരത്തിൻ്റെയും വിഷ്ടി ശരീരത്തിൻ്റെയും പ്രത്യക്ഷ മാതൃകാ രൂപങ്ങൾ തന്നെയാണ്. ദേഹോ ദേവാലയ ജീവോ ദേവ സദാശിവ എന്ന തന്ത്രശാസ്ത്ര പ്രയോഗം ഇതുതന്നെ സൂചിപ്പിക്കുന്നു. കേവലം സ്ഥൂല ശരീരത്തിൻ്റെ മാത്രമല്ല, മറിച്ച് സൂക്ഷ്മ ശരീരത്തിൻ്റെയും കൂടി പ്രതീകമാണ് ക്ഷേത്രങ്ങൾ. ക്ഷേത്രത്തിൽ പഞ്ചശുദ്ധിയോടെ പോകണമെന്നതാണ് വിധി. ശരീരശുദ്ധി, വസ്ത്രശുദ്ധി, ആഹാരശുദ്ധി, മനഃശുദ്ധി, വാക്ശുദ്ധി. പഞ്ചശുദ്ധി രോഗാണുക്കളെ പ്രതിരോധിക്കാനും മനസ്സിലെ മാലിന്യങ്ങളെ അകറ്റാനുമുള്ള വിധിയാണ്. അൻപിൻ്റെ ആലയങ്ങൾ അഥവാ ദയയുടെ ഇരിപ്പിടങ്ങളായ അമ്പലങ്ങൾ അസ്വസ്ഥരായ മനുഷ്യർക്ക് സ്വസ്ഥത നൽകുന്നു. അതുകൊണ്ടാണ് ദേവാലയങ്ങൾ വർത്തമാനകാലത്തെ മനുഷ്യൻ്റെ ശുശ്രൂഷാലയങ്ങളായി കരുതപ്പെടുന്നത്. സർവനാശത്തിൽ നിന്നും മനുഷ്യനെ രക്ഷിക്കാൻ സർവമത പ്രാർത്ഥനകൾക്കും സർവധർമ്മ സമഭാവത്തിനും കഴിയുമെന്ന് വർത്തമാന കാലഘട്ടം ഉദാഹരണങ്ങളിലൂടെ തെളിയിക്കുന്നു. ഇടത്തുനിന്നും വലത്തോട്ട് ക്ഷേത്രം പ്രദക്ഷിണം ചെയ്യുമ്പോൾ മനുഷ്യൻ ഈശ്വരനുമായി കൂടുതൽ അടുക്കുമെന്നും ജന്മാന്തരങ്ങളിൽ ചെയ്ത പാപങ്ങൾ പോലും നശിക്കുമെന്നും വിശ്വസിക്കപ്പെടുന്നു. രാവിലെയും വൈകുന്നേരവും ക്ഷേത്രപ്രദക്ഷിണം നടത്തുമ്പോൾ ഭക്തർക്ക് വ്യായാമത്തിൻ്റെ ഫലം ലഭിക്കുന്നു. പ്രദക്ഷിണം, ഏത്തമിടൽ, നമസ്കാരം എന്നിവയെല്ലാം മനഃശാന്തിയോടൊപ്പം ശാരീരിക ആരോഗ്യവും നൽകുന്നു. ക്ഷേത്രത്തിൻ്റെ പ്രത്യേക നിർമ്മാണ രീതി കൊണ്ട് അവിടെ നിന്നും പ്രവഹിക്കുന്ന ഭൗമോർജം ഭക്തരിലേക്ക് പ്രവേശിക്കും. ക്ഷേത്രം പാദരക്ഷയില്ലാതെ ചുറ്റണമെന്ന ആചാരം ശാസ്ത്രീയമാണ്. ആയുർവേദാചാര്യനായ സുശ്രുതൻ കൈവിരൽ വെള്ളയിലും കാലിനടിയിലും നിലകൊള്ളുന്ന പോയിന്റുകൾ ശാസ്ത്രീയമായി പഠിച്ച് വിവരിക്കുന്നു. കാലടി ഭൂമിയുമായി സ്പർശിക്കുമ്പോൾ മനുഷ്യന് ഭൂമിയുമായി സ്വാഭാവിക സ്പർശനമുണ്ടാകുന്നു. മനുഷ്യനെ നിലനിർത്തുന്ന ഭൂമിദേവിയുമായുള്ള ബന്ധം രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുകയും ശരീരത്തിലെ രക്തസഞ്ചാരം സുഗമമാക്കുകയും ഉന്മേഷം നൽകുകയും ചെയ്യുന്നു. പാദരക്ഷയില്ലാതെ നടക്കുന്നത് ആരോഗ്യത്തിന് ഗുണകരമാണെന്ന് ചരക സംഹിതയിലൂടെ ചരകൻ ഉപദേശിക്കുന്നു. മഹാമര്യാദ, ബാഹ്യഹാര, മധ്യഹാര, അന്തഹാര, അന്തർമണ്ഡലം എന്നീ പഞ്ചപ്രകാരങ്ങൾ ദേവൻ്റെ സ്ഥൂല ശരീരത്തിനെയും ശ്രീകോവിൽ, ദേവപ്രതിഷ്ഠ, ഷഡാധാരങ്ങൾ എന്നിവ സൂക്ഷ്മ ശരീരത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. ചില വാസ്തുഗ്രന്ഥങ്ങൾ ഈ പ്രകാരങ്ങളെ ദേവശരീരമായി അന്വയിപ്പിച്ചിട്ടുണ്ട്. വിശ്വകർമ്മ ഗ്രന്ഥം ഇപ്രകാരത്തിൽ ഗർഭഗൃഹം ശിരസായും അകത്തെ ബലിവട്ടം മുഖമായും മണ്ഡപം ഗളമായും നാലമ്പലം കൈകളായും പുറത്തെ പ്രദക്ഷിണ വഴി കുക്ഷിസ്ഥാനമായും പുറംമതിൽ മുട്ടുകളായും ഗോപുരങ്ങളെ ദേവപാദമായും സങ്കല്പിച്ചിരിക്കുന്നു.